പ്രിയ കുട്ടികളെ, നമുക്കിന്ന് അഹങ്കാരിയായ കാട്ടിലെ കടുവയുടെ കഥ കേൾക്കാം. ഞാൻ സിന്ധു. കാട്ടിൽ എല്ലാവരെയും പേടിപ്പിച്ചുകൊണ്ട് ഒരു കടുവ ജീവിച്ചിരുന്നു. കടുവയ്ക്ക് സ്വന്തം ശക്തിയിൽ അഹങ്കാരമായിരുന്നു. ഈ കാട്ടിലെ ശക്തൻ ഞാൻ മാത്രമെന്ന് അവൻ ഗർജിക്കും. മറ്റുള്ള മൃഗങ്ങളെ പരിഹസിക്കുന്നത് അവന് വലിയ വിനോദമായിരുന്നു. അങ്ങനെ കാടിൻ്റെ മൂലയിൽ വളരെ വിനയത്തോടെ താമസിച്ചിരുന്ന രണ്ട് ചങ്ങാതിമാരായിരുന്നു കുഞ്ഞനെലിയും കുഞ്ഞാടും. ഒരു ദിവസം വെള്ളം കുടിക്കുവാനായി കടുവ പുഴക്കരയിലേക്ക് വരികയായിരുന്നു. വഴിമധ്യേ കുഞ്ഞാടും കുഞ്ഞനെലിയും വരുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ കടുവയ്ക്ക് പുച്ഛം തോന്നി. നിങ്ങൾ എന്തിനാണ് എൻ്റെ മുന്നിൽ വരുന്നത്? നിങ്ങളെപ്പോലുള്ളവർ എൻ്റെ മുന്നിൽ വരുന്നത് പോലും എനിക്കിഷ്ടമല്ല. ക്ഷമിക്കണം രാജാവേ, ഞങ്ങൾ ഒരു ഉപദ്രവത്തിനും വരുന്നില്ലല്ലോ. അവർ രണ്ടുപേരും വിഷമത്തിൽ പോയി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കടുവ ഭക്ഷണം തേടി കാട്ടിലൂടെ നടക്കുമ്പോൾ അഹങ്കാരം കാരണം അവൻ ചുറ്റുപാടുമൊന്നും ശ്രദ്ധിച്ചില്ല. അറിയാതെ ഒരു വേട്ടക്കാരൻ ഒളിപ്പിച്ചു വെച്ച വലയിൽ കുടുങ്ങിപ്പോയി. വലയുടെ കെട്ടുകൾ കാരണം അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. അവൻ്റെ ഗർജനം കേട്ട് ആരും അങ്ങോട്ട് വന്നതുമില്ല. അങ്ങനെയിരിക്കെ എലിയും കുഞ്ഞാടും ആ വഴി വന്നു. അവർക്ക് കടുവയെ കണ്ടപ്പോൾ വിഷമം തോന്നി. ഞങ്ങൾ രക്ഷിക്കാമെന്ന് പറഞ്ഞ് വലയുടെ നൂലുകൾ എലി കടിച്ചു മുറിച്ചു. അല്പനിമിഷം കൊണ്ട് കടുവയെ സ്വതന്ത്രനാക്കി. നാണം കെട്ട കടുവ തല താഴ്ത്തി നിന്നു. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളെ കളിയാക്കി. എൻ്റെ ശക്തിക്ക് കഴിയാത്തത് നിങ്ങൾക്ക് കഴിഞ്ഞു. അഹങ്കാരം കൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. കുട്ടികളെ, ഈ ലോകത്ത് വലിപ്പ ചെറുപ്പമൊന്നുമില്ല. എല്ലാവർക്കും അവരവരുടേതായ കഴിവുകളുണ്ട്. നമ്മൾ അഹങ്കാരം വെടിഞ്ഞ് എല്ലാവരെയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം എന്നതാണ് ഏറ്റവും വലിയ ശക്തി.